ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു നാടൻ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവിയൽ പല സ്ഥലത്തും ആൾക്കാർ പല രീതിയിലാണ് ഉണ്ടാക്കാറ്. മാങ്ങ ചേർത്തിട്ടും പുളി പിഴിഞ്ഞൊഴിച്ചിട്ടും തൈര് ചേർത്തിട്ടും ഒക്കെ. അതുപോലെ തന്നെ ചില ആൾക്കാർ ഉരുളക്കിഴങ്ങും സവാളയും ഒക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കൈപ്പക്കയും ചേർക്കാറുണ്ട്. ഞാനിതിനു വേണ്ടി കുറച്ച് പച്ചക്കറികൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതെന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. 2 മുരിങ്ങക്കായ, ഒരു ചെറിയ കഷ്ണം ചേന, വലിയൊരു നേന്ത്രക്കായ, ചെറിയ കഷ്ണം വെള്ളരിക്ക, പിന്നെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ, നീളത്തിലുള്ള പയർ ഒരു 10 എണ്ണം, 6 കോവയ്ക്ക, ഒരു വലിയ ക്യാരറ്റ്, കൊത്തവര ഒരു 10 എണ്ണവും പിന്നെ ബീൻസ് ഒരു 10 എണ്ണവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കൈപ്പക്കയും. അപ്പോൾ കൈപ്പക്ക അവിയലിൽ ചേർത്തെന്ന് വെച്ചിട്ട് അവിയലിന് കയ്പ്പ് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, പ്രത്യേക ഒരു രുചിയായിരിക്കും. ഞാനിവിടെ 10-11 തരം പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ ഇത്രയധികം പച്ചക്കറികൾ ചേർക്കണമെന്നൊന്നുമില്ല. 4-5 തരം പച്ചക്കറികൾ മാത്രം ഉണ്ടായാലും മതി. മെയിനായിട്ട് മുരിങ്ങക്കായയും ചേനയും കായയും ക്യാരറ്റും വെള്ളരിക്കയൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ലൊരു അവിയൽ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ പച്ചക്കറികളൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയതിന് ശേഷം കനം കുറച്ച് ഏകദേശം ഒരേ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായയുടെ വലിയ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി നടുകെ പളർന്നിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 8 ചെറിയുള്ളി, 6 വലിയ വെളുത്തുള്ളി, 6 പച്ചമുളക്, പിന്നെ 1.5 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 7 ടേബിൾ സ്പൂൺ തൈരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈരൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പുളി നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൈരും ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ജാറിലേക്ക് തേങ്ങയും ജീരകവും കൂടി ഇട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അവിയലിന് നല്ലൊരു കളർ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി 4-5 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിലധികം വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഉപ്പൊക്കെ ചേർത്ത് വഴറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ പച്ചക്കറിയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടൊക്കെ അവിയൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിന് പ്രത്യേക ഒരു രുചിയും അതുപോലെ തന്നെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നും കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി തൈര് ഇതിൽ കിടന്ന് നല്ലപോലെ വറ്റി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ നല്ലപോലെ വെന്ത് തൈരൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. പിന്നീട് ഇത് ചെറിയ തീയിൽ വെച്ച് 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്.
ഈ സമയം ഇതിലേക്ക് കുറച്ച് തിരുമ്മിയ കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ കറിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ അതിന് പ്രത്യേക ഒരു രുചിയായിരിക്കും. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ അവിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.